ഇന്നിവിടെ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചക്ക സീസൺ അല്ലേ ഇപ്പോൾ. അപ്പോൾ ചക്ക സീസൺ ആകുമ്പോൾ നമ്മൾ ചക്ക മുറിക്കുമ്പോൾ നമ്മുടെ ചക്കയുടെ മുളഞ്ഞ് അല്ലെങ്കിൽ പശ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടും. അങ്ങനെ ഒട്ടാതിരിക്കാനും അതുപോലെ മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടാതിരിക്കാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ ഒന്ന് പറയാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചവെള്ളം മാത്രം മതി, അല്ല നമുക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഓയിലൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു മുളഞ്ഞുണ്ട്. ഈ മുളഞ്ഞ് നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാനും അതുമാതിരി തന്നെ കത്തിയിൽ ഒട്ടാതിരിക്കാനുള്ള ഒരു സൂത്രവഴിയാണ് കേട്ടോ പറയണത്. സാധാരണയായിട്ട് നമ്മളെല്ലാവരും വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടും അതുമാതിരി കത്തിയിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണ് ഈ ചക്ക മുറിക്കാറുള്ളത് അല്ലെങ്കിൽ ചക്ക വെട്ടാറുള്ളത്. അപ്പോൾ കത്തിയിൽ എന്നാൽ കൂടെ കുറച്ചുകൂടെ കത്തിയിലും നമ്മുടെ കയ്യിലൊക്കെ പശ ഒട്ടാറുണ്ട്. അത് ഒട്ടും വരാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണി കേട്ടോ. എളുപ്പ പണിയാണ്. നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം കൈ കഴുകുക, കുറച്ച് ചക്കയുടെ മുകളിൽ വെള്ളം ഒഴിക്കുക, നമ്മൾ കുറച്ച് കൈ കഴുകുക, നല്ല വെള്ളത്തിൽ കൈ കഴുകുക. അതേമാതിരി തന്നെ ഈ കത്തിയിലും നല്ലോണം വെള്ളം ഒഴിക്കുക. അപ്പം അത് കത്തിയിൽ വെള്ളം ഒഴിച്ചിട്ട് കയ്യിൽ എണ്ണയായിട്ട് അത് കൈ തുടക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കഴുകിയിട്ട് വരാം. കത്തി നനച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കത്തി കൊണ്ടോ അല്ലെങ്കിൽ അതേമാതിരി വെട്ട് കത്തി കൊണ്ടോ വെട്ടണമെന്ന് വിചാരിച്ചാൽ അതിലും വെള്ളം നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ ഈ കത്തിയുടെ മുകളിൽ കയ്യിലും. ഇപ്പോൾ നമ്മൾ വെട്ട് കത്തിയാണെങ്കിലും അത് ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയ ചക്ക ആയതുകൊണ്ട് കത്തി കൊണ്ടാണ് മുറിക്കണത്. ഇങ്ങനെ വെള്ളം നനച്ചിട്ട് ചക്ക മുറിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മുളഞ്ഞോ ആ പശ എന്ന് പറയുന്ന സാധനം ഈ കത്തിയുടെ മുകളിലും കയ്യിൻ്റെ മുകളിലും ഇട്ടില്ല. നമ്മൾ നനഞ്ഞ കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ ആ വെള്ളം കഴിയാറാകുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇതേമാതിരി ഒരു വെള്ളം കൊടുന്ന് വെച്ച് അതിൽ മുക്കി തിരിച്ചും മുറിച്ച് കഴിഞ്ഞാൽ ആ മുളഞ്ഞ് പിടിക്കില്ല കേട്ടോ. ഇപ്പോൾ ചക്ക മുറിച്ചുണ്ട്, 2 കഷ്ണമായിട്ടുണ്ട്. ചെറിയ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഇതിന് മുളഞ്ഞുണ്ട്. ഇപ്പോൾ കത്തിയിൽ മുളഞ്ഞൊന്നുമില്ല. അത് കണ്ടോ, ഞാൻ നനച്ച് വെച്ചിരിക്കണ്, വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിലില്ല. ഇനി നമുക്ക് ഇതിലെ മുളഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേമാതിരി തന്നെ ഒരു ചെറിയ കഷ്ണം തുണി നനച്ച് കൊണ്ടുവന്ന് ഇത് തുടച്ച് കഴിഞ്ഞാൽ ഈ മുളഞ്ഞൊക്കെ പോവും, നമ്മുടെ കയ്യിൽ ഒട്ടില്ല. ഇതേമാതിരി ചെറിയ തുണിയിൽ വെള്ളം മുക്കിയ ശേഷം നമ്മൾ ഈ മുളഞ്ഞ് ഇങ്ങനെ തുടച്ചെടുത്തിക്കുക. ഇത് വേണ്ടാത്തൊരു തുണിയിൽ തുടച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ തുണി നമുക്ക് ഉണങ്ങി കഴിഞ്ഞാൽ കത്തിച്ച് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടോ, മുളഞ്ഞ് ഒന്നുമില്ല, മുളഞ്ഞു എല്ലാം പോയി. അപ്പോൾ ഈ സൂത്രം നിങ്ങളൊക്കെ ചക്ക വെട്ടുന്നവരാണെങ്കിൽ ഈ സൂത്രം പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.